നെക്സ്റ്റ് സെക്ഷൻ 2.4 എൻട്രോപ്പി. പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പെർഫെക്റ്റ് സീക്രസിയുടെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ കോമൺ ആയിട്ടൊരു അസംഷൻ ഉണ്ടായിരുന്നു, ഒരു കീ ഒരു എൻക്രിപ്ഷന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നൊരു അസംഷൻ. ഇങ്ങനെ ഒരു അസംഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞ റിസൾട്ടുകളെല്ലാം ഹോൾഡ് ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് സെയിം കീ യൂസ് ചെയ്ത് കുറെ പ്ലെയിൻ ടെക്സ്റ്റുകൾ എൻക്രിപ്റ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇത്തരം കേസസിൽ ഒരു ക്രിപ്റ്റ് അനലിസ്റ്റിനെ സഫിഷ്യന്റ് ടൈമിൽ സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്കിലൂടെ സക്സസ്ഫുൾ ആയിട്ട് സിസ്റ്റം എങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ടൂളാണ് എൻട്രോപ്പി. ഇത് ഷാനന്റെ ഇൻഫർമേഷൻ തിയറിയിലെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇൻഫർമേഷന്റെയോ അൺസർട്ടനിറ്റിയുടെയോ മാത്തമാറ്റിക്കൽ മെഷർ ആയിട്ട് നമുക്ക് എൻട്രോപ്പിയെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമ്മൾ പിന്നീട് പറയും. സ്പെസിഫൈഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു സെറ്റ് എക്സിൽ ഡിഫൈൻഡ് ആയ റാൻഡം വേരിയബിൾ ആണ് വെക്ടർ എക്സ് എന്ന് വിചാരിക്കുക. അക്കോർഡിംഗ് ടു ദിസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഈ എക്സ്പെരിമെന്റിന്റെ ഔട്ട്കമിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണെന്നും ഓർ ഈക്വലന്റ്ലി എക്സ്പെരിമെന്റ് ഹാപ്പൻ ചെയ്യുന്നതിന് മുൻപ് ഔട്ട്കമ്മിനെ കുറിച്ച് എന്ത് പറയുവാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റിനെയാണ് എൻട്രോപ്പി ഓഫ് വെക്ടർ എക്സ് എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് ഓഫ് വെക്ടർ എക്സ് എന്നാണ്. എൻട്രോപ്പിയുടെ ഐഡിയ നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിനെ ഒരു റാൻഡം വേരിയബിൾ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് ഒരു കോയിൻ ടോസിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. ആകെ രണ്ട് ഔട്ട്കംസ് മാത്രമേ ഇവിടെയുള്ളൂ, ഹെഡ്സ് ഓർ ടെയിൽസ്. രണ്ടിന്റെയും പ്രോബബിലിറ്റി 1/2 ആണ്. ദാറ്റ് ഈസ് PR ഓഫ് ഹെഡ്സ് ഈക്വൽ ടു 1/2 ആൻഡ് PR ഓഫ് ടെയിൽസ് ഈക്വൽ ടു 1/2. ഹെഡ്സിനെ 1 ആയിട്ടും ടെയിൽസിനെ 0 ആയിട്ടുമാണ് നമ്മൾ എൻകോഡ് ചെയ്തിരുന്നത്. സോ കോയിൻ ടോസിന്റെ എൻട്രോപ്പി ഓർ ഇൻഫർമേഷൻ 1 ബിറ്റ് ആണ്. ഇതുപോലെ തന്നെ n കോയിൻസിന്റെ ഇൻഡിപെൻഡന്റ് ടോസിൽ ഓരോ കോയിൻസിന്റെയും ഔട്ട്കംസിനെയും ഒരു ബിറ്റ് യൂസ് ചെയ്ത് എൻകോഡ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് n കോയിൻസിന്റെ ഇൻഡിപെൻഡന്റ് ടോസിന്റെ എൻട്രോപ്പി n ആണ്. ഈ രണ്ട് എക്സാമ്പിളിലും ഔട്ട്കംസിന് ഈക്വൽ പ്രോബബിലിറ്റി ആയിരുന്നു. ഇനി അങ്ങനെയല്ലാത്തൊരു എക്സാമ്പിൾ നോക്കാം. റാൻഡം വേരിയബിൾ വെക്ടർ എക്സ് അറ്റൈൻ ചെയ്യുന്ന 3 പോസിബിൾ വാല്യൂസ് ആണ് x1, x2, x3 എന്ന് വിചാരിക്കുക. വേർ PR ഓഫ് x1 ഈക്വൽ ടു 1/2, PR ഓഫ് x2 ഈക്വൽ ടു 1/4 ആൻഡ് PR ഓഫ് x3 ഈക്വൽ ടു 1/4. x1നെ എൻകോഡ് ചെയ്താൽ കിട്ടുന്ന ബിറ്റ് സ്ട്രിങ് 0, x2നെ എൻകോഡ് ചെയ്താൽ 10, x3നെ എൻകോഡ് ചെയ്താൽ 11. ഇതുപോലെ അസ്യൂം ചെയ്യുന്നു. ദെൻ വെക്ടർ എക്സിന്റെ എൻകോഡിങ്ങിന്റെ വെയ്റ്റഡ് ആവറേജ് നമ്പർ എന്താണെന്ന് നോക്കാം. ആവറേജ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെക്ഷൻ 2.4.1 പറയുന്നത്. അതിനു മുൻപേ ഇവിടെ അത് യൂസ് ചെയ്യുന്നുവെന്ന് മാത്രം. ഓരോ വാല്യൂവിന്റെയും പ്രോബബിലിറ്റി അതിനെ എൻകോഡ് ചെയ്താൽ കിട്ടുന്ന സ്ട്രിങ്ങിന്റെ ലെങ്തുമായി മൾട്ടിപ്ലൈ ചെയ്ത് അവയെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് വെക്ടർ എക്സിന്റെ എൻകോഡിങ്ങിന്റെ ആവറേജ് നമ്പർ കിട്ടും. x1ന്റെ പ്രോബബിലിറ്റി 1/2, x1നെ എൻകോഡ് ചെയ്താൽ കിട്ടുന്ന സ്ട്രിങ് 0, അതിലാകെ ഒരു ബിറ്റ് മാത്രമേ ഉള്ളൂ. സോ അതിന്റെ ലെങ്ത് 1. സോ സമ്മിലെ ഫസ്റ്റ് ടേം 1/2 into 1. ദെൻ x2ന്റെ പ്രോബബിലിറ്റി 1/4, x2നെ എൻകോഡ് ചെയ്താൽ കിട്ടുന്ന സ്ട്രിങ് 10. ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് 2 ആയതുകൊണ്ട് സമ്മിലെ സെക്കൻഡ് ടേം 1/4 into 2 ആണ്. ഇതുപോലെ തന്നെ x3നെ എൻകോഡ് ചെയ്താൽ കിട്ടുന്ന സ്ട്രിങ് 11. ഇതിന്റെയും ലെങ്ത് 2 ആയതുകൊണ്ട് സമ്മിലെ തേർഡ് ടേം 1/4 into 2. സോ ദി ആവറേജ് നമ്പർ ഓഫ് എൻകോഡിംഗ് ഓഫ് വെക്ടർ എക്സ് ഈസ് 1/2 into 1 പ്ലസ് 1/4 into 2 പ്ലസ് 1/4 into 2 which is equal to 3/2. നമ്മൾ മുകളിൽ പറഞ്ഞ എക്സാമ്പിൾസിൽ ഫസ്റ്റ് കേസിൽ ആകെ രണ്ട് ഔട്ട്കംസ് മാത്രമായിരുന്നു. രണ്ടിനും ഈക്വൽ പ്രോബബിലിറ്റിയുമായിരുന്നു 1/2. ദാറ്റ് ഈസ് 1/2 raised to 1.
ആ കേസിൽ ഔട്ട്കംസിനെ ലെങ്ത് 1 ഉള്ള ബിറ്റ് സ്ട്രിംഗ് യൂസ് ചെയ്ത് എൻകോഡ് ചെയ്യാം. സെക്കൻഡ് കേസിൽ n കോയിൻസിന്റെ ഇൻഡിപെൻഡന്റ് റോസിൽ ആക്ച്വലി ഔട്ട്കംസ് n ടബിൾസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ n ഈക്വൽ ടു 2 ആണെങ്കിൽ പോസിബിൾ ഔട്ട്കംസ് ഓഡഡ് പെയർസ് HH, HT, TH ആൻഡ് TT. 4നും ഈക്വൽ പ്രോബബിലിറ്റി ആണ് 1/4, ദാറ്റ് ഈസ് 1/2^2. ഈ കേസിൽ ലെങ്ത് 2 ഉള്ള ബിറ്റ് സ്ട്രിംഗ് യൂസ് ചെയ്ത് ഈവന്റിനെ എൻകോഡ് ചെയ്യാവുന്നതാണ്. ജനറൽ കേസിൽ n കോയിൻസിന്റെ ടോസിൽ ഓരോ ഇവന്റിന്റെയും പ്രോബബിലിറ്റി 1/2n. ആ ഇവന്റിനെ ലെങ്ത് n ഉള്ള ബിറ്റ് സ്ട്രിംഗ് യൂസ് ചെയ്ത് എൻകോഡ് ചെയ്യാവുന്നതാണ്. പ്രോബബിലിറ്റി 1/2n ആയിട്ടുള്ള ഏതൊരു ഇവന്റിനെയും ലെങ്ത് n ഉള്ള ബിറ്റ് സ്ട്രിംഗ് യൂസ് ചെയ്ത് എൻകോഡ് ചെയ്യാം. ഇനി ഇവന്റിന്റെ പ്രോബബിലിറ്റി 1/2n എന്ന ഫോമിന് പകരം ഏതെങ്കിലും നോൺ നെഗറ്റീവ് നമ്പർ p ആണെങ്കിൽ ആ ഇവന്റിനെ അപ്രോക്സിമേറ്റ്ലി -log p⁻² ലെങ്ത് ഉള്ള ബിറ്റ് സ്ട്രിംഗ് യൂസ് ചെയ്ത് എൻകോഡ് ചെയ്യാവുന്നതാണ്. ഈവന്റിന്റെ പ്രോബബിലിറ്റി 1/2n ആയാലും ഈ ഫോമിൽ യൂസ് ചെയ്ത് സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. log x⁻² y ആണെങ്കിൽ x ഈക്വൽ ടു 2y ആയിരിക്കും. സോ log 1/2n⁻² ഈക്വൽ ടു -n ആണ്. Thus minus of log 1/2n⁻² equal to minus of -n which is equal to n. സോ എല്ലാ കേസിലും നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാവുന്നതാണ്. സെറ്റ് എക്സിലെ മെമ്പേഴ്സ് x1, x2, xn ആണെന്ന് വിചാരിക്കുക. അവയുടെ ഒരു ആർബിട്രറി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് p1, p2, pn റെസ്പെക്റ്റീവ്ലി എന്നും വിചാരിക്കുക. ദെൻ റാൻഡം വേരിയബിൾ വെക്ടർ എക്സിന്റെ മെഷർ ഓഫ് ഇൻഫർമേഷൻ ഓർ എൻട്രോപ്പി ആയിട്ട് നമ്മൾ എടുക്കുന്നത് -log pi⁻²കളുടെ വെയ്റ്റഡ് ആവറേജ് ആണ്. നമുക്ക് എൻട്രോപ്പി ഫോർമുല ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ 2.4. Suppose vector x is a discrete random variable which takes on values from a finite set x. Then the entropy of the random variable vector x is defined to be the quantity h of vector x equal to minus of summation over x belongs to x pr of x into log pr of x⁻². y equal to 0 ആണെങ്കിൽ log y⁻² undefined ആണെന്ന് നമുക്കറിയാം. സോ സംടൈംസ് എല്ലാ ഇവന്റ്സുകൾക്കും നോൺ സീറോ പ്രോബബിലിറ്റീസ് ഉള്ള റാൻഡം വേരിയബിൾസിന്റെ മെഷർ ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് എൻട്രോപ്പി ഡിഫൈൻ ചെയ്യുന്നത്. എല്ലാ പ്രോബബിലിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ ലിമിറ്റ് y ടെൻഡിങ് ടു 0 പ്ലസ് y ഇൻറ്റു log y⁻². നമുക്ക് ലിമിറ്റ് y ടെൻഡിങ് ടു 0 y ഇൻറ്റു log y⁻² ആയിട്ട് തന്നെ ചൂസ് ചെയ്യാം. ലിമിറ്റ് y ടെൻഡിങ് ടു 0 പ്ലസ് log y⁻² -∞ ആണെന്ന് UG ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഈ ലിമിറ്റ് 0 ഇൻറ്റു -∞ എന്ന ഫോമിലാണ്. അതിനൊന്ന് അറേഞ്ച് ചെയ്താൽ ലിമിറ്റ് y ടെൻഡിങ് ടു 0 log y⁻² ഡിവൈഡഡ് ബൈ 1/y എന്ന് കിട്ടും. ഇത് -∞/∞ ഫോമിലാണ്. എൽ ഹോപ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വലന്റ് ടു ലിമിറ്റ് y ടെൻഡിങ് ടു 0 1/y ഡിവൈഡഡ് ബൈ -1/y² which is equal to ലിമിറ്റ് y ടെൻഡിങ് ടു 0 -y. അത് 0 ആണ്. സോ ലിമിറ്റ് y ടെൻഡിങ് ടു 0 y ഇൻറ്റു log y⁻² ഈക്വൽ ടു 0. ഈ ഒരു റീസൺ കൊണ്ട് ചില വാല്യൂസിന്റെ പ്രോബബിലിറ്റി 0 ആണെങ്കിലും എൻട്രോപ്പി ഡിഫൈൻഡ് ആണ്. നമ്മൾ എൻട്രോപ്പി ഡിഫൈൻ ചെയ്തപ്പോൾ ലോഗരിതത്തിന്റെ ബേസ് ആയിട്ട് 2 ആണ് ചൂസ് ചെയ്തിരുന്നത്. അത് ആർബിട്രറി ആണ്. അതിന് പകരം വേറെ ഏത് ബേസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ബേസ് ചേഞ്ച് ചെയ്താൽ എൻട്രോപ്പിയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ ആണ് ചേഞ്ച് ചെയ്യുക. അതായത് ബേസ് 2-വിൽ റാൻഡം വേരിയബിൾ വെക്ടർ x1ന്റെ എൻട്രോപ്പി E1ഉം അനദർ റാൻഡം വേരിയബിൾ വെക്ടർ x2ന്റെ എൻട്രോപ്പി E2ഉം ആണെങ്കിൽ ബേസ് 2-വിന് പകരം വേറെ ഏതെങ്കിലും ബേസ് ചൂസ് ചെയ്താൽ ആ ബേസിൽ വെക്ടർ x1ന്റെ എൻട്രോപ്പി E1 പ്ലസ് കെയും വെക്ടർ x2ന്റെ എൻട്രോപ്പി E2 പ്ലസ് കെയും ആയിരിക്കും.
ഫോർ സം കോൺസ്റ്റന്റ് കെ. ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്.